നമസ്കാരം. റേക്കി ശക്തിയാണ്. ഉണർവിലേക്ക് 2 ശക്തമായ മാർഗങ്ങൾ. റേക്കിയുടെ ധ്യാനത്തിന് ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. ഇവ യഥാർത്ഥത്തിൽ ധ്യാനങ്ങളല്ല. നിങ്ങൾ സമരസപ്പെട്ട് തുടങ്ങുക മാത്രമാണ് ഈ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ശാസ്ത്രീയ സംഗീതജ്ഞർ വാദ്യങ്ങൾ വായിക്കുന്നത് കണ്ടിട്ടില്ലേ? അരമണിക്കൂർ നേരം, ചിലപ്പോൾ അതിലും കൂടുതൽ സമയം അവർ വാദ്യങ്ങൾ ക്രമപ്പെടുത്തുകയായിരിക്കും. അങ്ങനെ വാദ്യങ്ങൾ ക്രമപ്പെടുത്തി അവർ അതിൻ്റെ മുട്ടുകൾ തിരിക്കുകയും തന്ത്രികൾ മുറുക്കുകയോ അയക്കുകയോ ചെയ്യുകയും ചെയ്യും. മൃദംഗക്കാരും അങ്ങനെ തന്നെ അത് ശുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കും കുറേ സമയം. അതിനുശേഷമാണ് സംഗീതത്തിൻ്റെ കച്ചേരിയുടെ പ്രധാന പരിപാടിയിലേക്ക് അവർ പ്രവേശിക്കുകയുള്ളൂ. അരമണിക്കൂർ നേരം കൊണ്ട് അവർ ഇത് തന്നെ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അതൊരു സംഗീതമല്ല, അതിൻ്റെ ഒരു സംഗീതത്തിന് മുന്നേയുള്ള ഒരു പരിശീലനമാണ്. ഇതേ രീതിയിൽ ധ്യാനത്തിന് മുന്നേ ഉള്ള ഒരു പരിശീലനമാണ് ശരിക്കും കുണ്ടലിനി ജാഗരണം എന്ന് വേണമെങ്കിൽ പറയാം. കുണ്ടലിനി യഥാർത്ഥത്തിൽ ധ്യാന രീതിയല്ല, അത് വെറും തയ്യാറെടുപ്പ് മാത്രമാണ്. ഇപ്പോൾ കുണ്ടലിനിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അഷ്ടൈശ്വര്യ സിദ്ധികൾ സംജാതമായി തീരുന്നതിന് കുണ്ടലിനി ജാഗരൂകമാകണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് കുണ്ടലിനി ശക്തി ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡാധാര ചക്രങ്ങളിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ നമ്മളുടെ മൂർധാവിലെത്തിക്കുക എന്നുള്ളതാണ്. മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലാത സമരുചി ഷഡ്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസന്തതനീയസി. അപ്പോൾ കുണ്ടലിനി ശക്തി അങ്ങനെ മൂർധാവിൽ എത്തിക്കഴിഞ്ഞാൽ അഷ്ടൈശ്വര്യ സിദ്ധികൾ ഉണ്ടാകുന്നു. റേക്കി പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഈ കുണ്ടലിനി ശക്തിയുടെ ജാഗരണം സംജാതമാകുന്നു. നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ചക്രങ്ങളിൽ കൂടി മാത്രമല്ല, സ്വാധിഷ്ഠാനത്തിലും ഈ പറയുന്ന കുണ്ടലിനിയുടെ ഉണർവ് ഉണ്ടാകാറുണ്ട്. അതുപോലെ അനാഹതത്തിലും. അതിന് പറയുന്നത് സ്വാധിഷ്ഠാനാംബുജഗത ചതുർവക്ത മനോഹര. അനാഹതത്തിൽ പറയുന്നത് അനാഹതാജ്ഞ നിലയ ശ്യാമാഭ. അതുപോലെ വിശുദ്ധി ചക്രത്തിൽ പറയുന്നത് വിശുദ്ധി ചക്ര നിലയ രക്തവർണ്ണ ത്രിലോചന എന്നാണ്. അപ്പോൾ ഈ കുണ്ടലിനി ഉണരുന്നത് ഒരിക്കലും ധ്യാനമായിട്ട് നാം കരുതണ്ട. അതുപോലെ റേക്കിയിലും കുണ്ടലിനിയുടെ ഒരു ഉണർവ് അനിവാര്യമാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞു വരുത്തുന്നുണ്ട്. പക്ഷേ കുണ്ടലിനി ഇല്ലെങ്കിലും ഉണർന്നില്ലെങ്കിലും ഇതെല്ലാം റേക്കി ചെയ്യുന്നതിനുള്ള ഒരു പ്രാരംഭ പരിശീലനം മാത്രമാണ്. സംഗീതജ്ഞന്മാർ അവരുടെ ഉപകരണങ്ങൾ മൃദംഗവും മറ്റ് ഗിത്താറുകളുമൊക്കെ ക്രമപ്പെടുത്തി അതിൻ്റെ മുട്ടുകൾ ശരിയാക്കുന്നത് പോലെ, വീണയുടെ മുട്ടുകൾ ശരിയാക്കുന്നത് പോലെ ആണ് നമ്മൾ കുണ്ടലിനിയുടെ ഉണർവിനെ കരുതേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിശബ്ദനാവുന്നു എന്നുള്ളതാണ് ഈ തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ. കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ നാം ജാഗ്രതയിൽ നിന്ന് ഒരു മാറ്റം സംഭവിപ്പിച്ച് ഒരു നിശബ്ദമായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. അത് കുണ്ടലിനി ഉണരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പാടുകയും നൃത്തം വയ്ക്കുകയും അട്ടഹസിക്കുകയും ശ്വസിക്കുകയും പല രീതിയിലുള്ള ശ്വസനക്രമങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. അതൊന്നും കുഴപ്പമില്ല. പിന്നീട് സാധാരണ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ശ്രദ്ധാലുവായ അവസ്ഥയിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള വിദ്യകൾ മാത്രമാണിവ. ഈ തയ്യാറെടുപ്പിനുള്ള ഒരു വിദ്യ മാത്രമാണ്. ഒരിക്കൽ ഇത് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ
ഇൻസ്ട്രുമെൻ്റ് ശരിയായി എന്നുള്ളതാണ്. ശരീരം എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ്, ഉപകരണം ധ്യാനത്തിനും ഹീലിങ്ങിനും തയ്യാറായി എന്ന് നമുക്ക് കരുതാം. അതുപോലെ ഈ കാത്തിരിപ്പ് ഒരു സമസ്യയായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു മൂമെൻ്റാണ്. ഒരിക്കലും ഒരിടത്ത് ഇരുന്ന് ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മൂമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിലുള്ള മൂമെൻറ്റ്സ് ലൈഫിൽ പിന്തുടരുക. അങ്ങനെ ഒരു ധ്യാനമായിട്ട് ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം റെയ്ക്കിക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പരിശീലിക്കാം എന്നുള്ളതാണ്. ഓടുന്ന ഇലക്ട്രിക് ട്രെയിനിൽ വരെ റെയ്ക്ക് നമുക്ക് പരിശീലിക്കാം. അപ്പോൾ ഈ കാത്തിരിപ്പ്, നിങ്ങളുടെ ശരീരം ശരിയായി കഴിഞ്ഞാൽ ഈ ജാഗരൂകതയോടുള്ള കാത്തിരിപ്പ് പിന്നെ അത് വരുന്നു, നിങ്ങളിലേക്ക് ഇറങ്ങി അത് വരുന്നു. അപ്പോൾ നിങ്ങളെ വലയം ചെയ്യുന്ന ഈ ശക്തികളെല്ലാം തന്നെ നിങ്ങൾക്ക് ചുറ്റും അത് വിളയാടുന്നു, നിങ്ങൾക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നു, നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, അതുപോലെ നിർമ്മലനാക്കുന്നു, മാറ്റിമറിക്കുന്നു. റെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുണ്ടലിനി ശക്തിയുടെ ഉണർവിൽ ഒരിക്കലും നമ്മൾ ആഹ്ലാദിക്കുകയോ ഇല്ലെങ്കിൽ ദുഃഖപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സാധാരണ സംഭവമായിട്ട് മാത്രം കരുതിയാൽ മതി. അങ്ങനെ ഒരിക്കൽ നിങ്ങൾ റെയ്ക്കിയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യേകിച്ച് ഒരു നിഷ്ഠയോ ഒന്നും കൂടാതെ തന്നെ നിങ്ങളുടെ കൈകളിലൂടെ ശക്തിയെ പ്രസരിപ്പിക്കാൻ സാധിക്കും. എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് രോഗിയെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ റെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കുണ്ടലിനി ഉണരുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അതേസമയം റെയ്ക്കിയെ സംബന്ധിച്ചിടത്തോളം ശക്തിയുടെ പ്രവാഹം മുകളിൽ നിന്ന് താഴേക്കുള്ള നിബന്ധനമാണ്. താഴേക്കാണ് റെയ്ക്ക് വരുന്നത്. അങ്ങനെ സഹസ്രാരത്തിലൂടെ വരുന്നു. കപാല കുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ കൈവെള്ളകളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നിങ്ങൾ കൈവെള്ളകളിലേക്ക് റെയ്ക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രോഗമുള്ള ഭാഗത്ത് കൈ വച്ച് കഴിഞ്ഞാൽ ആ രോഗം അപ്രത്യക്ഷമാകും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൈകൾ രണ്ട് കൈയും ഇങ്ങനെ കണ്ണിലാണ് വയ്ക്കുന്നത്. ഇതാണ് റെയ്ക്കിയുടെ ഒന്നാമത്തെ പോയിൻ്റ്. ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ദി റെയ്ക്കി ഐസ് ആൻഡ് സൈനസ് ഏരിയ എന്നുള്ളതാണ്. ഐ സിംബോളൈസ് ദ സോൾ, ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് കണ്ണിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം. അപ്പോൾ കണ്ണുകൾ അടച്ച് കൈകൾ ഇങ്ങനെ വച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ഈ ഭാഗത്ത് പ്രസരിക്കുകയും ചെയ്യുമ്പോൾ ഊർജം, ഈ അടഞ്ഞ കണ്ണിൽ ഉള്ള ഊർജം മെല്ലെ നിങ്ങളുടെ തേടയിലേക്ക് ഓടി ഒളിക്കും. കാരണം ഒന്നും കാണുന്നില്ല. അപ്പോൾ ശക്തിക്ക്, എനർജിക്ക് എവിടെയെങ്കിലും പോയേ മതിയാകും. അത് നേരെ പോകുന്നത് തേടയിലേക്കാണ്, ആജ്ഞാചക്രത്തിലേക്ക്. ആജ്ഞാചക്രത്തിൽ ചെന്ന് നേരെ ആജ്ഞ തുറക്കുന്നു, തേടൈ ഓപ്പണിംഗ് ആകുന്നു. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ആ തുള്ളികൾ, ഊർജ തുള്ളികൾ, എനർജി പാറ്റേൺസ്, അതിങ്ങനെ ഒരു തന്തുക്കളായിട്ടോ പ്രകാശമായിട്ടോ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിൽ നേരെ അനാഹതത്തിലേക്കാണ് വന്ന് നിപതിക്കുന്നത്. അങ്ങനെ ഒരു വൈഡ് ഓപ്പണിംഗ് സംജാതമാകുന്നു. റെയ്ക്കിയുടെ ഒന്നാമത്തെ പോയിന്റിൽ നിങ്ങൾ 3 മിനിറ്റ് സമയം കൈവച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആജ്ഞാചക്രം തുറന്ന് തേടൈ ഓപ്പണിംഗ് ആവും. അങ്ങനെ അനാഹതവും ഓപ്പണിംഗ് ആവും. ഇതൊരു വിസ്മയമാണ്. ഈ ഒരു പോയിന്റിൽ മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ റെയ്ക്കി ചെയ്യാൻ. റെയ്ക്കിയുടെ എല്ലാ പോയിന്റുകളൊന്നും പഠിക്കണമെന്നില്ല. ഇതിൽ മാത്രം വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയർവോയിൻ്റ് ആകാം, ക്ലെയറോഡിയൻസ് ആകാം, ടെലിപ്പതി, പ്രീ കൺവെൻഷൻ, അങ്ങനെ അഷ്ടൈശ്വര്യ സിദ്ധികളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റെയ്ക്കി.